പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെ വിമർശനവുമായി അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ അവർക്കെല്ലാം കനത്ത പ്രഹരം നൽകിക്കൊണ്ട് വലിയൊരു വമ്പൻ നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് കരുതപ്പെടുന്ന ചൈന ഒരു നിർദ്ദേശവുമായി മുൻപോട്ട് വന്നിരിക്കുന്നു. ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിലെ തർക്കങ്ങൾ ഇപ്പോൾ നമുക്ക് പരിഹരിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ആഗോള തലത്തിൽ തന്നെ ഒരു മാറ്റം അനിവാര്യമാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞിരിക്കുന്നു. അജിത് ഡോവലിനെ വീണ്ടും പുതിയതായിട്ട് ഇന്ത്യ ചൈന അതിർത്തി പ്രദേശത്തിൻ്റെ പ്രതിനിധിയായി തിരഞ്ഞെടുത്ത ആ വേളയിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഉള്ള കുറിപ്പിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന വലിയ ഒരു കാര്യം, കിഴക്കൻ ലഡാക്കിലാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നത്. അവിടെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ 3488 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഇന്ത്യ ചൈന അതിർത്തിയിൽ. അത്രയും വ്യാപിച്ചു കിടക്കുന്ന ഒരു അതിർത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇരു വിഭാഗത്തിലുള്ള സൈനികർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു സമാധാനത്തിലേക്ക് നീങ്ങണം. ഒപ്പം തന്നെ ആഗോള വ്യവസ്ഥയ്ക്ക് തന്നെ ഇപ്പോൾ ഇന്ത്യയും ചൈനയും ഒന്നിക്കേണ്ടത് അനിവാര്യമാണ് എന്നുകൂടി ചൈനയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞതായി സിൻഹുവ എന്ന് പറയുന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊരു വലിയ പ്രഹരം തന്നെയാണ് ഒരുപക്ഷെ പാശ്ചാത്യ ശക്തികൾ. കാരണം റഷ്യ, ചൈന, ഇന്ത്യ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സഖ്യം പോലെ വന്ന അത് വലിയ ഭീഷണിയായി മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ നാറ്റോ സഖ്യം, പ്രത്യേകിച്ച് അമേരിക്ക ലോക പോലീസ് ചമയുന്ന ഒരു സാഹചര്യത്തിൽ കൂടി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.